നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് പോലുമില്ലാത്ത, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ഒരത്ഭുതത്തെ, ഒരു ദൈവപ്രവൃത്തിയെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ യേശു മതിയായിരുന്നു. ആ പാപിനിയായ സ്ത്രീ യേശുവിന്റെ കാൽക്കൽ വന്നിരുന്ന് കരഞ്ഞു. കണ്ണുനീര് കൊണ്ട് കാല് കഴുകി, തലമുടി കൊണ്ട് അവൾ തുടച്ചു. ഒരു വാക്ക് പോലും അവൾ യേശുവിനോട് പറഞ്ഞില്ല. ഞാൻ പാപിയാണെന്നോ എന്റെ പാപത്തെ ക്ഷമിക്കണമെന്നോ ഒന്നും പറഞ്ഞില്ല. അവൾ കണ്ണുനീര് കൊണ്ട് കാൽ കഴുകി, തലമുടി കൊണ്ട് തുടച്ചു. ഉടനെ യേശു അവളോട് പറയുകയാണ്, സ്ത്രീയെ, നിന്റെ അനവധിയായ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ കണ്ണിൽ നിന്ന് ഒഴുകിയ ചൂടുള്ള കണ്ണുനീരിൽ നിന്ന് പ്രാർത്ഥനകൾ, അവളുടെ ഹൃദയത്തിന്റെ വേദനകൾ, അവൾ ആരെന്നുള്ള യാഥാർത്ഥ്യം യേശു മനസ്സിലാക്കുകയായിരുന്നു. യേശു അവളെ തിരിച്ചറിയുകയായിരുന്നു. ഇന്ന് നിന്നെ അറിയുന്ന, മനസ്സിലാക്കുന്ന ഒരു കർത്താവുണ്ട്. മനുഷ്യൻ മനസ്സിലാക്കാതെ പോകുന്നിടത്ത്, കുടുംബക്കാർ മനസ്സിലാക്കാതെ പോകുന്നിടത്ത്, നിന്റെ ഭർത്താവ് പോലും, നിന്റെ ഭാര്യ പോലും, മക്കള് പോലും മനസ്സിലാക്കാതെ പോകുന്നിടത്ത് നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കരച്ചിലിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിന്റെ കരം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വരാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മതി, മതി, അത് മാത്രം മതി, അത് മാത്രം മതി. ആ കൈ എന്റെ മേലിലൊന്ന് വന്നാൽ മതി. ആ കരം എന്റെ സാമ്പത്തിക മേഖലയിൽ ഒന്ന് വന്നാൽ മതി. ആ ആണിപ്പഴുതുള്ള കരം എന്നെ ഒന്ന് തൊട്ടാൽ മാത്രം മതി. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല. തീയിലൂടെ നടന്നാൽ നിന്റെ കാല് വെന്നു പോകില്ല. അഗ്നിജ്വാലകൾക്ക് നിന്നെ ദഹിപ്പിക്കാൻ കഴിയുകയില്ല. എന്താ അതിന്റെ കാരണം? ഞാൻ നിന്നെ എന്റെ ഉള്ളം കൈകൾ വാങ്ങിച്ചു.